കൊച്ചിയെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എന്നൊക്കെ പറയുന്ന മുഹമ്മദ് ഷിയാസ് മത്സരിക്കുന്ന മണ്ഡലം അവിടെ മത്സരിക്കുന്നു. KJ മാക്സിയാണ് എതിരാളിയായി നിൽക്കുന്നത്. KJ മാക്സി കൊച്ചിയിൽ കഴിഞ്ഞ തവണ ഒരു അട്ടിമറി വിജയം എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് കൊച്ചി പിടിച്ചെടുത്ത ഇടതുപക്ഷത്തെ നേതാവാണ്, ജനകീയനായ നേതാവാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും കോൺഗ്രസിന്റെ അഗ്രസീവായ നേതാവായ മുഹമ്മദ് ഷിയാസ്, അതും കേരളം ഉറ്റുനോക്കുന്നതിന് മത്സരമാണ്. രണ്ടുപേരും ഉറപ്പായും സാധ്യത കാണുന്നു. LDF പറയുന്നത് കൊച്ചി ഉറപ്പായും LDF തന്നെയെന്ന്, UDF അത് ഉറപ്പായും മത്സരം വിജയിക്കുമെന്നും കാണുന്നു. അവിടെ എങ്ങനെയാണ് ഈ ഇരുമുന്നണികളുടെ സാധ്യത? കിരൺ, കഴിഞ്ഞ 2 ടൈമുകളിലായിട്ട് മാക്സി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിശക്തമായ രീതിയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു പ്രൊജക്റ്റ്, വലിയ പദ്ധതി, ജനോപകരമായ, തൊട്ട് കാണിക്കാൻ പറ്റുന്ന, അടയാളപ്പെടുത്താൻ പറ്റുന്ന പദ്ധതി, അത് കടൽഭിത്തിയാണ്. ടെട്രാപോഡ് കടൽഭിത്തിയുടെ നിർമ്മാണത്തിൽ വലിയ ഒരു ഏതാണ്ട് 400 കോടി രൂപയുടെ ഒന്ന് നടപ്പാക്കി കഴിഞ്ഞു. അടുത്തത് അത് നടപ്പാക്കുന്നു. അങ്ങനെ ആ തീരമേഖല ഒന്നിച്ച് നിർത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. അത് വോട്ടായി മാറുമെന്ന് പറയുന്നു. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആ കണക്കുകൂട്ടലിൽ കുറച്ചെങ്കിലും തെറ്റിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇത്തവണ ഉറപ്പിച്ചു നിർത്താൻ കഴിയുമെന്ന് പറയുന്നത് ലത്തീൻ സമുദായം ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന വോട്ട് ഷെയർ അവർക്ക് മാത്രം അവകാശപ്പെടാൻ അവിടെയുണ്ട്. അപ്പോൾ അത് തങ്ങൾക്കൊപ്പം എന്നൊരു വിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. ഇടതുമുന്നണിക്കല്ല, KJ മാക്സിയുടെ ഒരു വ്യക്തിപരമായ ബന്ധങ്ങൾ കൂടി അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവിടേക്ക് മുഹമ്മദ് ഷിയാസ് കടന്നു വരുമ്പോൾ മുഹമ്മദ് ഷിയാസിനെ വെറുതെ അങ്ങ് ഇട്ടുകൊടുക്കില്ല. നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ ഒരു മനസാക്ഷി, VD സതീശൻ്റെ മനസാക്ഷി എന്ന് പറയുന്ന ഒരാളാണ് DCC പ്രസിഡന്റ് പണിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിനകം തന്നെ ലത്തീൻ സഭാ സമുദായ നേതൃത്വവുമായി എല്ലാം ഒരു സമവായി ഇട്ടുകൊണ്ട് അവിടേക്കൊരു പാലം പണിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ അവർ കരുതപ്പെടുന്നു. അങ്ങനെയെങ്കിൽ കുറച്ച് വോട്ടുകൾ ആ ഭാഗത്തുനിന്ന് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അട്ടിമറി വിജയത്തിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ്. വലിയ രീതിയിലുള്ള മത്സരം നടന്നിടമാണ്, വലിയ വാഗ്വാദങ്ങൾ നടന്നൊരിടമാണ്. അതുകൊണ്ട് ലത്തീൻ സമുദായത്തിന് ഉറപ്പിച്ചുകൊണ്ട് കൊച്ചി പിടിക്കാൻ കഴിയുമെന്നാണ് UDF സമുദായത്തിന്റെ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നതുകൂടി കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. ബാബു ദീർഘകാലം MLA ആയിരുന്ന ബാബുവിന്റെ സ്വന്തമായിരുന്ന മണ്ഡലം. സ്വരാജ് വന്ന് പിടിച്ചെടുത്ത മണ്ഡലം. അത് തൃപ്പൂണിത്തുറയിലെ മുൻ ചിത്രങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. 2011 തൃപ്പൂണിത്തുറയിൽ UDF 69,886 വോട്ടുകളോടെ 15,778 ഭൂരിപക്ഷത്തിൽ ബാബു വിജയിക്കുന്നു. 2016 എത്തുമ്പോൾ 4,467 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്വരാജ് വന്ന CPM-ന്റെ യുവ നേതാവ് സ്വരാജ് ബാബു എന്ന കോൺഗ്രസിന്റെ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ അതികായനെ പരാജയപ്പെടുത്തി തൃപ്പൂണിത്തുറ സീറ്റ് പിടിച്ചെടുക്കുന്നു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. 29,843 വോട്ട് അന്ന് തുറവൂർ വിശ്വംഭരൻ എന്ന നേതാവ് 29,843 വോട്ട് നേടുന്നു. 4,942 വോട്ട് മാത്രം നേടിയിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് 29,000 വോട്ടിലേക്ക് തുറവൂർ വിശ്വംഭരന്റെ വ്യക്തിപരമായ സ്വാധീനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് ആ വോട്ട് വർദ്ധിക്കുന്നു. ആ വോട്ട് വർധനയാണ് യഥാർത്ഥത്തിൽ അന്ന് ബാബുവിനെ വീഴ്ത്തിയത്. രണ്ടാം തവണ KS രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ 2021 ബാബു വീണ്ടും തൃപ്പൂണിത്തുറയിൽ സ്വരാജിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. അത് 992 വോട്ടിന് മാത്രമായിരുന്നു ആ വിജയം. പക്ഷേ അപ്പോഴും ഈ 29,000 വന്നത് 23,000 കുറയ്ക്കാൻ ബാബുവിന് കഴിഞ്ഞു. അവിടെ ഒരു വലിയ കുതിച്ചാട്ടം, യഥാർത്ഥത്തിൽ NDA സംബന്ധിച്ച് അങ്ങനെ ഒരു കുതിച്ചാട്ടം അവിടെ ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും തൃപ്പൂണിത്തുറയിൽ അങ്ങനെ ഒരു മത്സരം NDAയും പ്രതീക്ഷിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ ഒരു 2 കൂട്ടരും ഒരുപോലെ സാധ്യത കാണുന്ന തൃപ്പൂണിത്തുറയിൽ എങ്ങനെയാണ് രാഷ്ട്രീയ അവസ്ഥ? കിരൺ, അതിൽ തൃപ്പൂണിത്തുറയെക്കുറിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭ ജില്ലയിലെ ഏക ഒരു നഗരസഭ BJP പിടിച്ച, അല്ലെങ്കിൽ സംസ്ഥാനത്തെ എണ്ണപ്പെട്ട നഗരസഭകൾ പിടിച്ചാൽ ഒരെണ്ണം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. പക്ഷേ ആ തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJP ആ സീറ്റ് നൽകിയിരിക്കുന്നത് 2020 എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ രീതിയിലൊരു ആശയക്കുഴപ്പം BJP അണികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞു തീർത്താണ് പിന്നീട് മത്സരത്തിലേക്ക് വരുന്നത്. വലിയ രീതിയിൽ ത്രികോണ മത്സരം നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരിടം കൂടിയാണ്. പക്ഷേ അവിടെ കുറച്ചുകൂടി ഒരു എഡ്ജിലേക്ക് വൈപ്പിൽ നിന്ന് വന്ന വൈപ്പിൻ സിറ്റിംഗ് MLA KN ഉണ്ണികൃഷ്ണനെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പൊതുവിലയിരുത്തലുണ്ട്. അത് UDF-ന്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ തങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് തൃപ്പൂണിത്തുറയാകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.